അതിന്റെ ശുശ്രൂഷ സംബന്ധമായിട്ട് നമുക്കിങ്ങനെ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ശുശ്രൂഷയുടെ വിളി എന്നുള്ള വിഷയം. എന്താണ് ഈ വിളിയുടെ പ്രത്യേകത? ശുശ്രൂഷയുടെ വിളി എന്ന് പറയുന്നത് പലതരത്തിലാണ്. നമ്മളിൽ പല ആളുകളും സഭയിലെ മൂപ്പന്മാരായി ശുശ്രൂഷിക്കുന്നവരാണ്. അതുപോലെ പൂർണ്ണ സമയമായി സുവിശേഷകരേക്ക് ചെറുപ്പത്തിലെ വിളിക്കപ്പെട്ടവരുണ്ട്. ഒരു സഭയിൽ കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ, ഇതെല്ലാം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ പല രീതിയിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന്റെ ശുശ്രൂഷയുടെ ചില പ്രത്യേകതകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കൂടി ഇരിക്കണമെന്നുള്ളൊരു ബേർഡൻ തോന്നാനുണ്ടായ കാരണം, ഞാൻ ഒരു സഭയിൽ 2 കൊരിന്ത്യ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. ഈ 2 കൊരിന്ത്യ ലേഖനം കുറച്ച് ഞാൻ നേരത്തെ നമ്മുടെ ചർച്ചയിലൊക്കെ സംസാരിച്ചിട്ടുള്ളതാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ 2 കൊരിന്ത്യ ലേഖനം വായിച്ചപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ചില നമ്മളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചലഞ്ച് ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന ചില എലമെന്റ്സ് ഈ 2 കൊരിന്ത്യ ലേഖനത്തിലുണ്ട്. നമ്മള് ശുശ്രൂഷ ചെയ്യുന്ന, പലതരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ, അവര് ഈ ഒരു ശുശ്രൂഷയുടെ ഭാരം ഏൽക്കുമ്പോൾ അവർ ശരിക്കും എന്താണ് ഏൽക്കുന്നത്, എന്താണ് ചുമലിൽ വഹിക്കുന്നത്, ദൈവം എന്താണ് അവർ ഏൽപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചും അതൊരു റെവലേഷൻ ആയിരുന്നു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വാക്യങ്ങളും ശുശ്രൂഷ സംബന്ധിച്ച്. അപ്പൊ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെറുതായിട്ട് ഈ വചനം, എനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ക്ലാരിഫിക്കേഷൻ ചെയ്യാനും, അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുവാനും ഒക്കെയുള്ള ഒരു സന്ദർഭം കൂടെയാണ് ഇത്. ഓക്കെ, നമ്മൾ ഈ പൗലോസിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു ഒറ്റപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ തന്നെ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു നിയോഗം ഒരാളുടെ മേൽ വരുമ്പോൾ അത് അവന്റെ ലൈഫിനെ അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ ഒരു പാറ്റേണിന് വെളിയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നു. കാറ്റ് പോലെ എന്ന് കർത്താവ് വീണ്ടും ജനിക്കുന്നവരെ കുറിച്ച് പറയുന്ന പോലെ ഒരു ശുശ്രൂഷകന്റെ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അവൻ എങ്ങനെ ആയിരിക്കണമെന്നോ ആയി തീരുമെന്നോ ഉള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു മുൻ അനുഗ്രഹിച്ചു തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നേരത്തെ ഇല്ലാതിരുന്ന കുറെ അനുഗ്രഹങ്ങൾ വരും. അപ്പോൾ പണമായും സമ്പത്തായും വീടായും ഒക്കെ വരും. പിന്നെ നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകും. റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിച്ചും ശുശ്രൂഷയിൽ മറ്റുള്ളവർ തെറ്റുന്നുണ്ടോ എന്ന് നോക്കിയും വിധിച്ചും അങ്ങനെ അവസാന കാലം കഴിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ ചുറ്റും കാണുന്നത്. എന്നാൽ പൗലോസിന്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും യോഹന്നാന്റെയും ഒക്കെ ജീവിതം കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലെന്ന് മാത്രമല്ല, സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയും ഇല്ല. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് വയ്യാതാകുന്നു, ഇല്ലാതാകുന്നില്ല. ഇതൊരു ലൈഫ് തീരുന്നത് വരെ. നമ്മൾ സാധാരണ ഈ പെന്തക്കോസ്തുകാരൊക്കെ പറയുന്ന, നമ്മൾ താഴ്ന്നിരുന്നാൽ ദൈവം ഉയർത്തുന്നതാണ്. പക്ഷെ ഒരു വിട്ടുപോകുന്ന ഒരു കാര്യം, എവിടം വരെ താഴണം എന്നുള്ളതാണ്. എവിടം വരെ താഴണം? ക്രൂശിലെ മരണത്തോളം. മരിക്കുന്നവരെ താഴ്ത്തിയാൽ ദൈവം ഉറപ്പായിട്ട് ഉയർത്തും. അപ്പൊ മരിക്കുന്നവരെ ഞാൻ താണാ പിന്നെ ദൈവം എങ്ങോട്ടോ ഉയർത്തുന്നത്? പുനരുത്ഥാനത്തിലേക്ക് ഉയർത്തുന്നു. അല്ലാതെ എങ്ങോട്ട് ഉയർത്താൻ പറ്റും? മരിക്കുന്നവരൊരാൾ താണ എവിടെ ഉയർത്താൻ പറ്റുമോ? അപ്പൊ ഇതിനിടയിൽ കുറെ നാൾ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ പിന്നീട് ഞാൻ രക്ഷപ്പെടുമെന്നും പിന്നീട് ഞാനൊരു സൂപ്പർ പാസ്റ്റർ ആകുന്നു അല്ലെങ്കിൽ ഭയങ്കര ശുശ്രൂഷകനായി മാറുമെന്നൊന്നും നമ്മൾ സ്വപ്നം കാണുകയേ വേണ്ട. കാരണം ബൈബിളിലെ പാറ്റേണും ഒക്കെ പറയുന്നത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ദൈവത്തിന് മുൻപിൽ ഒരു നല്ല മനസാക്ഷിയോടെ യാഗം കഴിച്ചവരും, ദൈവത്തിന് മുമ്പിൽ സുവിശേഷത്തിന് നിയോഗിക്കപ്പെടും, ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടും ആരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലായിരുന്നു. ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, അവരുള്ളത് നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഹാബേൽ ദൈവത്തിന് ഏറ്റവും യോഗ്യമായ യാഗം കഴിച്ചു. ഹാബേലിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുമായിരുന്നു. അതിനേക്കാൾ ഗുണകരമായി ക്രിസ്തുവിന്റെ രക്തം സംസാരിക്കും. അപ്പോൾ ഹാബേലിന് എന്ത് സംഭവിച്ചു? വളരെ പെട്ടെന്ന് തന്നെ ഹാബേൽ മരിച്ചു പോവാണ് ചെയ്തത്. ജീവിതം ഉണ്ടായില്ല. ഹാനോക്ക് കുറെ നാൾ കർത്താവിനോട് നടന്നു. എന്നാൽ പിന്നെ കർത്താവ് പറഞ്ഞു, നീ കുറെ നാളും കൂടി ഈ ലോകത്ത് എന്റെ കൂടെ നടന്നു, ഞാൻ നിനക്ക് ഒരു സെറ്റിൽമെന്റ് തരാമെന്ന് പറഞ്ഞില്ല, നീ ഇന്ന് പോരാൻ പറഞ്ഞു വിളിച്ചോണ്ട് പോയി. അങ്ങനെ ഹാനോക്കിനെ പോലെ നമ്മളെ വിളിച്ചോണ്ട് പോയാൽ അടുത്ത ഞായറാഴ്ച ഇരുന്നിട്ട് കഴിഞ്ഞ ആഴ്ച തൊട്ടക്കാലം എന്നെ എന്താ ഈ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം കൊണ്ടുപോയി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ നോക്കിയാലും ശുശ്രൂഷകരെ നോക്കിയാലും രാജാക്കന്മാരായവരല്ലാതെ, മോശയെ നോക്കി, മോശ മരുഭൂമിയുടെ അരഞ്ഞിറന്നു കനാൻ ദേശം കാണാൻ മാത്രമേ പറ്റുള്ളൂ, അങ്ങോട്ട് പ്രവേശിച്ചില്ല. ആരുടെയെല്ലാം മേലിൽ ശുശ്രൂഷയുടെ അഭിഷേകം പഴയ നിയമത്തിൽ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാവരും ഒന്നൊഴിയാതെ എല്ലാവരും രാജാക്കന്മാരല്ലാത്തവരെല്ലാം ആളുകളാൽ ഉപേക്ഷിക്കപ്പെട്ടു, റോഡിൽ കിടന്നു, കഷ്ടത അനുഭവിച്ചു, ഒരിടത്ത് എത്താതെ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
നമ്മൾ വിചാരിക്കുന്ന പഴയ നിയമത്തിൽ എന്തോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഉണ്ട്, അത് ആർക്കാ വെച്ചേക്കുന്നറിയോ? ഈ അനുഗ്രഹങ്ങൾ വെച്ചേക്കുന്നത് ആർക്കാണ്? അത് ശരിക്കും അനുസരണം ഇല്ലാത്തവർക്കാണ്. ഈ അനുസരണം ഇല്ലാത്തവർക്കല്ല, കഠിന ഹൃദയമല്ല. അത് കർത്താവ് പറഞ്ഞേക്കുന്നത് മോശ അവരോട് പറഞ്ഞു, അവരുടെ കഠിന ഹൃദയം നോക്കുക. ഈ കഠിന ഹൃദയമുള്ള പിള്ളേരെ അനുസരിപ്പിക്കാൻ എന്താ വഴി? ഒന്നിനും ചോക്ലേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അടി കൊടുക്കാം, അല്ലെ? അപ്പൊ അവർ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു? എന്തിനു വേണ്ടിയാ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്? ഇതിനറ്റത്തുള്ള ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് എന്ന് പറയുന്നത് നിത്യമായ തേജസ്സാണ്. അതല്ലാതെ ഇടയിലുള്ള യാതൊരു ആശ്വാസങ്ങളും ഒരു ശുശ്രൂഷകന് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്ന വാക്യം. 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ കാണുന്ന ആ പൗലോസിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന പെർസിക്യൂഷൻ, അല്ലെങ്കിൽ കഷ്ടത, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മറ്റു മൃഗങ്ങളാലുള്ള മൃഗയുദ്ധം ചെയ്തതും അടികൊണ്ടതും അങ്ങനെയുള്ള ആ ഒരു പരാക്രമം പൗലോസ് ചെയ്യുമ്പോൾ അത് പൗലോസ് ഒറ്റയ്ക്കല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വിശുദ്ധന്മാരുടെ വലിയൊരു സംഘം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധന്മാരുടെ വലിയൊരു സംഘം സാക്ഷികളായി ഇത്തിരി കൂടെ ബെറ്റർ റിസറക്ഷൻ കിട്ടാൻ വേണ്ടി. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ സഭയിലേക്ക് വരുന്ന വിശ്വാസികൾ, പുതുതായിട്ട് വരുന്നവർ, അവർ കാണേണ്ട ക്രിസ്തു ഈ ലോകത്തിന്റെ ക്രിസ്തു അല്ല, നമ്മളിലൂടെ വെളിപ്പെടേണ്ട ഒരു തേജസ്സിന്റെ ക്രിസ്തു ഉണ്ട്. ആ തേജസ്സിന്റെ ക്രിസ്തുവാണ് നമ്മളെ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ തേജസ് എന്ന് പറയുന്ന ആ ഒരു ടെംപ്ടേഷനെ ജയിച്ചേ പറ്റുള്ളൂ. ഓവർകമേഴ്സിന് മാത്രമേ വേറൊരാളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇസ് ഡിഫറെന്റ്. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ട്രാക്ട് കൊടുത്തു, ആള് രക്ഷിക്കപ്പെട്ടു, ഓക്കെ ഫൈൻ, കൊള്ളാം. ഏത് കള്ളുകൂടിയൻ ട്രാക്ട് കൊടുത്താലും ട്രാക്ട് വായിച്ച ആൾക്കാർക്ക് രക്ഷിക്കപ്പെടാം, ശരിയല്ലേ ഞാൻ പറഞ്ഞു? പക്ഷെ ഒരാളെ ക്രിസ്തുവിലേക്ക് നടത്തണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ തേജസ് നമ്മൾ പിടിച്ചവരായിരിക്കണം. ആ ക്രിസ്തുവിന്റെ തേജസ് എന്നുള്ളത് മുൻകാണാത്ത ശുശ്രൂഷകളിൽ സംഭവിക്കുന്നത് നമ്മൾ ആളുകളെ ചിലപ്പം ഉപദേശപരമായിട്ട് കൺവിൻസ് ചെയ്യുമായിരിക്കാം, പക്ഷെ അവരെ ക്രിസ്തുവിനായിട്ട് വേർതിരിക്കാൻ സാധിക്കില്ല. ഇന്നലെ ഞാൻ വൈകിട്ട് YPയുടെ സ്റ്റേറ്റ് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. YP എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ യൂത്ത് പിള്ളേരാണ്, കോട്ടയത്തിനടുത്ത്. അപ്പം അവരെന്നോട് ഇന്നലെ ഇന്നോ ചോദിച്ചത്. ഇന്ന് ഞാൻ പോയില്ല, നിങ്ങൾ ആലോചിച്ചത്, നമ്മുടെ ഈ മീറ്റിങ്ങിന് വേണ്ടിയാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ കേരളത്തിലുള്ള മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിന്റെ മൊത്തം മീറ്റിംഗ് ആണ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് 1.25 മണിക്കൂർ അവിടെ സംസാരിച്ചു. അപ്പൊ ഇന്ന് പല സമയം കൂടെ ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ സമയം തികഞ്ഞില്ല. പക്ഷെ നമുക്കിതെല്ലാം പ്രധാനമാണ്. നമ്മൾ മുൻകൂട്ടി കമ്മിറ്റ് ചെയ്തോരണം ഒരു കാര്യം നമുക്ക് എന്താ പറയുന്നത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആകെ ഭയങ്കര അസ്വസ്ഥയായി. പ്രസംഗം കേട്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് മുമ്പ് ഒരാൾ പ്രസംഗിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം ശുശ്രൂഷയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ശുശ്രൂഷകരാകും, അതുപോലെ പല മിഷണറിമാർ ഇങ്ങനെ ദേശത്ത് പോയ ഒരു പ്രശസ്തരായ കാര്യമൊക്കെ പറഞ്ഞു, വലിയ ആൾക്കാരായിട്ട് മാറാൻ പറ്റും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളെ ശരിക്കും വേദനിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഇത് കാണുമ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് ആത്മാവും വേണ്ട, ശുശ്രൂഷയും വേണ്ട എന്ന് പറഞ്ഞ് പുറകിൽ കൂടി ആരെങ്കിലും ഓടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. കാരണം കർത്താവിന്റെ നിയോഗം നമ്മുടെ മേൽ വരുമ്പോൾ ഈ അറിയപ്പെടുന്ന മിഷണറിമാര് വലിയൊരു കൂട്ടത്തിൽ നമുക്കറിയാം. അറിയപ്പെടാത്ത വലിയൊരു സംഘം എവിടെയൊക്കെയോ പോയി കർത്താവിന് വേണ്ടി മരിച്ചിട്ടുണ്ട്. അവരുടെ അപ്പനന്മാർക്കും മക്കൾക്കും ഭാര്യയ്ക്കും പോലും മനസ്സിലായിട്ടില്ല ഇവർ എന്തിനാ പോയി മരിക്കുന്നത്. സഭക്കാർ തിരിച്ചറിയാത്ത കർത്താവിന് വേണ്ടി എവിടെയൊക്കെയോ പോയി ഇല്ലാതായ, അതാണ് ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ അഭിഷേകമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, ഈ കാറ്റുപോലെ നഷ്ടപ്പെടുന്ന ഒരു ലൈഫിലേക്കാണ് ഒരു ശുശ്രൂഷകൻ പോകുന്നത്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വർഷം കഴിഞ്ഞാലും ശുശ്രൂഷകൻ അപ്പോഴും ആത്മാവിനാൽ കാറ്റുപോലെ പോയിക്കൊണ്ടേയിരിക്കണം മരിക്കുന്നവരെ. കാരണം ആ ഒരു നിയോഗമാണ് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചത്. അപ്പൊ അതിനർത്ഥം നമ്മൾ ഉപജീവനത്തിനായി കരുതുന്നില്ല എന്നൊന്നല്ല. അത് എന്താണെന്ന് വിശദീകരിക്കാൻ പ്രയാസമാണ്. ആ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്, അതായത് കർത്താവിന് വേണ്ടിയാണ് ഞാൻ എന്ന് മറ്റൊരാൾക്ക്, എന്നെ കാണുന്നവർക്കും എന്റെ ചുറ്റുമുള്ളവർക്കും അനുഭവപ്പെടുന്ന രീതിയിൽ ഞാനൊരു സാക്ഷിയാണ്. എന്റെ വാക്കുകൾ എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളതല്ല, ആ വാക്കുകളുടെ പുറകിലുള്ള ലൈഫ് പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ അതൊരു ക്രിസ്തുവിന്റെ തേജസ്സിനെ ഞാൻ അറിയാതെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു ആ ലൈഫാണ് നമ്മളെ ശരിക്കും ശുശ്രൂഷകരാക്കുന്നത്.
അപ്പൊ ചർച്ച് പവർഫുൾ ആകുന്നത് ഈ ശുശ്രൂഷകളിലൂടെയാണ്, പലരുടെ ശുശ്രൂഷകളിലൂടെയാണ്. ഒരാളെ പോലെ വേറൊരാൾ ഉണ്ടാകരുത്. അനേകം അവയവങ്ങൾ കൂടിച്ചേർന്ന് അസംബിൾ ചെയ്താൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരു ചർച്ച ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ചേസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ ശുശ്രൂഷയെ ബേസ് ചെയ്ത ഒരു ചർച്ച ഉണ്ടായാൽ ചേസിന്റെ സ്വഭാവമുള്ള കുറെ ആളുകളായിരിക്കും അവിടെ ഉണ്ടാകും. അത് കർത്താവിന്റെ സഭയാവുക. കർത്താവിന്റെ സഭയാകണമെങ്കിൽ ഓരോ അവയവങ്ങളും വ്യത്യസ്തരാവുകയും ഓരോ അവയവങ്ങളും ഒരേ ആത്മാവാണെങ്കിലും വിവിധമായ കൃപാവരങ്ങളാൽ വിവിധമായ എക്സ്പീരിയൻസുകളാൽ ക്രിസ്തുവിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവർ ആയിരിക്കണം. എബ്രായ ലേഖനം 11 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അറിയപ്പെടുന്ന ശുശ്രൂഷകരെ കുറിച്ചും അറിയപ്പെടാത്ത ശുശ്രൂഷകരെ കുറിച്ചും പറയുന്നുണ്ട്. അറിയപ്പെടുന്ന ശുശ്രൂഷകരെ കുറിച്ച് പറയുന്നത് എന്താ? അവര് മോശയെ പോലുള്ള ആൾക്കാരാണ്, അല്ലെ? അവര് അബ്രഹാമിനെ പോലുള്ള ആൾക്കാരാണ്, പ്രവാചകന്മാരാണ്, അവരിൽ അറിയപ്പെടുന്നവരാണ്. എന്നാൽ അറിയപ്പെടാത്ത ഒരു കൂട്ടം ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ കുറച്ചുകൂടെ ശ്രേഷ്ഠമായ ഒരു എന്താ പറയുന്ന ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി അവർ തന്നെത്താൻ നഷ്ടപ്പെടുത്തി മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ ഒരു പുനരുത്ഥാനമായിരിക്കും ഒരുപക്ഷെ നമുക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ നാളെ അറിയപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ അറിയപ്പെട്ടേക്കാം, ചിലപ്പോൾ അറിയപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ദൈവം എന്നെ അറിയുന്നു എന്നുള്ള ഒരൊറ്റ പ്രിൻസിപ്പിളിന് മേലാണ്. ഗോഡ് നോസ് മീ. വേറെ ആരും എന്നെ അറിയേണ്ട കാര്യമില്ല, മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാനൊരു തോൽവിയാണെന്ന് എല്ലാവരും പറഞ്ഞേക്കാം. ഇവനൊക്കെ സുവിശേഷ വേല ഇറങ്ങിയിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും രക്ഷിക്കപ്പെട്ടില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടേക്കാം. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന് മുമ്പിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു സഭ തട്ടിക്കൂട്ടാനുള്ള 10-30 പേര് കിട്ടും. കാരണം ഇതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഏരിയ, മുഴുവൻ ക്രിസ്ത്യൻ ഏരിയയാണ്, പ്രൊട്ടസ്റ്റന്റ് ഏരിയയാണ്, ഈവൻ കാത്തലിക് ഏരിയ പോലും അല്ല. ഇവിടെ നിങ്ങൾ അടുത്തൊരു വീട്ടിൽ കയറിയ ഒന്നും CSI അല്ലെ മർത്തം അല്ലെ പെന്തക്കോസ്. ഇവിടെ ഈ ഏരിയ മുഴുവൻ ഓർത്തഡോക്സുകാരുടെ കുറച്ചുള്ളൂ, പക്ഷെ കൂടുതലും അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്റർ സ്വാഭാവികമായും സക്സസ്ഫുൾ ആയിരിക്കും. എന്നാൽ കാശ്മീരിലോ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും വില്ലേജിലോ പോയിട്ട് 25 വർഷം 30 വർഷം അധ്വാനിച്ചിട്ട് ഒരൊറ്റ ആളെ പോലും കിട്ടാത്തവനെ നോക്കി നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ അധ്വാനിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന ഈ മധ്യ തിരുവിതാംകൂറിൽ ഇരിക്കുന്ന പാസ്റ്റർ മനസ്സിലാകുന്നില്ല, സക്സസ് അല്ല ദൈവത്തിന് മുമ്പിലുള്ള മാനദണ്ഡം അനുസരണമാണ്, വിശ്വസ്തതയാണ് എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ എന്തായി തീരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി പണികളെല്ലാം ദൈവം ചെയ്യേണ്ടതാണ്. അവർ നമ്മളോട് വന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ക്രിസ്തുവിന്റെ ജീവിതം നമ്മളിലൂടെ വെളിപ്പെട്ട് അവന്റെ സ്നേഹം നമ്മളിലൂടെ വെളിപ്പെട്ട് ആ ഒരു വെളിപ്പാടിനകത്തേക്കാണ് ഒരു വിശ്വാസി പ്രവേശിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് പൗലോസിന്റെ കഷ്ടങ്ങളെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ടെങ്കിലും ഞാൻ ആ കഷ്ടങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ല, നമ്മളെല്ലാം ആവശ്യത്തിന് അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കൂടുതൽ കർത്താവ് തന്നോളൂ, തന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഓക്കെ, തന്നാലും സ്തോത്രം. എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. ഈ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തില് അതിൽ തുടങ്ങുന്ന തന്നെ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ കൃപ വ്യർത്ഥമായി തീരുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പല ആൾക്കാരും പറയുന്നത് വളരെ വിചിത്രമായിട്ടാണ്. ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന കൃപ വ്യർത്ഥമായി തീരും എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റ് നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് കൃപ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ കൃപ നിലനിർത്താൻ വേണ്ടി പോരാടണം. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ആ വാക്യത്തിന്റെ എക്സിസ്റ്റൻസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവൃത്തിക്കാരായി, അത് വിശ്വാസികളോട് പറയുന്നതല്ല. ആരോട് പറയുന്ന? മറ്റ് സുവിശേഷകരോട് പറയുന്നതാണ്, അല്ലെ? ആണോ? പൗലോസ് ആരുടെ കൃപ വ്യർത്ഥമായി പോകരുതെന്ന് പറയുന്നത്? വിശ്വാസികളോടല്ല, സഹപ്രവർത്തകരോടാണ്. എന്തുകൊണ്ടാണെന്നറിയാം? പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചെന്ന് ഞാൻ അരുളി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. അപ്പം
കൃപ വന്നിരിക്കുന്ന ഈ കാലഘട്ടം, സുവിശേഷം പറയാനുള്ള ഒരു കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു ഈ കാലഘട്ടം, നമ്മളെ എല്ലാവരെയും ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഏൽപ്പിച്ചേക്കുന്നത്? ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. അപ്പൊ ഈ രക്ഷാദിവസം, ഈ സുപ്രസാദ കാലത്ത് കർത്താവ് എന്താ ചെയ്തേക്കുന്നത്? കുറെ ശുശ്രൂഷകരെ വിളിച്ചിട്ട് അവർക്കെല്ലാം കൃപ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്ത് കൃപയെക്കുറിച്ച് അവിടെ പറയുന്നത്? സഹപ്രവർത്തിക്കാർ, പൗലോസിന്റെ സഹപ്രവർത്തിക്കാർക്ക് ലഭിച്ച കൃപയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെ? രക്ഷാകരമായ ദൈവകൃപയെക്കുറിച്ചല്ല, സുവിശേഷത്തെ സംബന്ധിക്കുന്ന, സുവിശേഷത്തിന്റെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന കൃപയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ സുവിശേഷത്തിന്റെ ശുശ്രൂഷയുടെ കൃപ, ആ കൃപ വ്യർത്ഥമായി പോകരുത്. കാരണം ഇത് ഏറ്റവും നല്ല സമയമാണ്, ഏറ്റവും നല്ല സമയമാണ്. കൊല്ലത്ത് ഏറ്റവും നല്ല സമയമാണ്, തൊടുപുഴയിൽ ഏറ്റവും നല്ല സമയമാണ്, എറണാകുളത്തും ഏറ്റവും നല്ല സമയമാണ്, കോട്ടയത്തൊക്കെ എല്ലായിടത്തും ഏറ്റവും നല്ല സമയമാണ്. ഈ സമയത്ത് എന്ത് ചെയ്യരുത്? നമ്മളിലുള്ള കൃപ എന്ത് ചെയ്യരുത്? വ്യർത്ഥമായി പോകരുത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ സമയം നമുക്ക് നഷ്ടപ്പെടരുത് എന്നാണ്. ഈ സമയം എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം? സുവിശേഷം പറയുന്ന കാര്യത്തിലുള്ള ഈ സുപ്രസാദ കാലം നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് എങ്ങനെയാണ് വരുന്നത്? അടുത്ത വാക്യം നോക്കി. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടത്. അപ്പൊ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആരെങ്കിലും കേൾക്കുമോ? ഒരു മനുഷ്യനും കേൾക്കില്ല. നമ്മളിലുള്ള ദൈവകൃപ വ്യർത്ഥമായി പോകും. ആരും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരും. അപ്പൊ ശുശ്രൂഷയ്ക്ക് എന്ത് ചെയ്യരുത്? ആക്ഷേപം വരരുത്. ആക്ഷേപം വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ കെയർലെസ് ആയിട്ട് ജീവിച്ച് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വന്നാൽ കൃപ ഈ സുപ്രസാദ സമയത്ത് എന്ത് സംഭവിക്കും? കൃപ വ്യർത്ഥമായി. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദേശത്ത് ദൈവത്തിന്റെ കൃപ ദൈവം അയക്കുമ്പോൾ, ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുമ്പോൾ, ആ ശുശ്രൂഷകർ ആ ദേശത്തോട് കർത്താവിന് വേണ്ടി മാനാപമാനങ്ങളെ സഹിച്ച്, കഷ്ടതയെ സഹിച്ച് ആ സുപ്രസാദ കാലത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ദേശത്തെ സംബന്ധിക്കുന്ന ഇവർക്കുള്ള ദൈവകൃപ വ്യർത്ഥമായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളിൽ ദൈവകൃപയുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? അത് വ്യർത്ഥമായി പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ ഇടർച്ച ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കും. കാരണം പൗലോസ് അതാ പറയുന്നത്, സഹപ്രവർത്തിക്കാർ, അതായത് സുവിശേഷ വേലയിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെപ്പോഴും എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ചിന്ത മറ്റൊരു ആളിൽ ഇടർച്ച ഉണ്ടാക്കുന്നുണ്ടോ എന്ന്, എന്റെ ശുശ്രൂഷയ്ക്ക് അതൊരു ആക്ഷേപമായി വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് വിടാം. എന്നാൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ, ഈ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതെ ഈ രക്ഷാ ദിവസം നമ്മുടെ കൃപ വ്യർത്ഥമായി പോകാതിരിക്കാൻ വേണ്ടി നമുക്കത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ, കണ്ടോ എന്തുകൊണ്ടാണ്? ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? യാതൊരു കാര്യത്തിലും ഇടർച്ച ഉണ്ടാകരുത്. ഇപ്പൊ നിങ്ങൾ ആരും പറയരുത്, ചേസ് ബ്രദർ എന്തൊരു പ്രസംഗമായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ സമ്പത്തും സ്വത്തുമായിട്ട് ഇങ്ങനെ എന്ന് പിന്നീട് പറയാൻ ഇടവരരുത്. എന്ത് സംഭവിക്കും? ഒരു ദേശത്ത് മുഴുവൻ ഈ കർത്താവിന്റെ നാമം ദൂഷിക്കപ്പെടും. ശരിയല്ല ഞാൻ പറഞ്ഞത്? നമ്മൾ ഏത് തീയോടുകൂടി ഇത് ആരംഭിക്കുന്നോ അതിനേക്കാൾ വലിയ ഫയറിൽ ഇത് തീരാവുള്ളൂ. നമുക്ക് പലപ്പോഴും ആരംഭങ്ങൾ വളരെ മനോഹരമാണെങ്കിലും ഇത് അവസാനം ആകുമ്പോഴേക്കും എവിടെയെങ്കിലും സെറ്റിൽ ആകുന്ന ഒരു വൃത്തികെട്ട കാഴ്ചയാണ് നമ്മുടെ ചുറ്റും എല്ലാം നമ്മൾ കാണുന്നത്. ശുശ്രൂഷകർ എപ്പോഴും മുന്നറിയിപ്പ് സ്വീകരിക്കേണ്ടത് ഈ സെറ്റിൽമെന്റിനെതിരെയാണ്. നമ്മളെ ദൈവം എന്ത് വിളിയാണോ വിളിച്ചിരിക്കുന്നത്, ആദ്യം നമുക്ക് കിട്ടിയ വിളി തന്നെ അത് അന്ത്യത്തോളം നിൽക്കണം. ഇപ്പൊ നമുക്ക് പലപ്പോഴും ഈ ഒരു ഇടർച്ച എന്ന് പറയുന്ന പല ആളുകളുടെ ക്യാരക്ടറിനകത്ത് തന്നെ ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ തന്നെ ഉണ്ട്. അത് നമ്മുടെ പാപ സ്വഭാവമാണ്. ഈ പാപ സ്വഭാവം കൊണ്ട് ഞാൻ പോകുന്ന വഴിയെല്ലാം ഇടർച്ച ഉണ്ടാക്കുന്നുണ്ട്, പോകുന്ന വഴിയെല്ലാം സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിനൊന്നും ആശ്രയിച്ചല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് എന്തിനെ ആശ്രയിച്ചുള്ളൂ? ദൈവം നമുക്ക് തരുന്ന കൃപയെ ആശ്രയിച്ച് മാത്രമാണ്. കൃപയാണ് നമ്മളെ നിർത്തുന്നതും ശുശ്രൂഷിപ്പിക്കുന്നതും നടത്തുന്നതും. കേട്ടോ,
ഓക്കെ. അപ്പോൾ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. അപ്പോ എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകരാണ്. ഞങ്ങൾ നിങ്ങളുടെ മാനമോ അപമാനമോ പൗലോസിനെ സംബന്ധിച്ച് ഇവര് മാനിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും പൗലോസിന്, ഞാൻ പൗലോസിന്റെ ലൈഫിൽ കണ്ട ഒരു പ്രധാന പ്രത്യേകത, ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഒരു ബഹുമാനം കിട്ടുന്നുണ്ട്. എനിക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഇന്നലെ ചെന്നപ്പോഴും ഭയങ്കര എന്തൊക്കെയോ പറഞ്ഞു അവർ സ്റ്റേജിലോട്ട് കയറ്റിവിട്ടത്. പക്ഷെ പൗലോസിന്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഒരു സഭയിലും ബഹുമാനം ലഭിച്ചു. കൊരിന്ത് സഭ പൗലോസ് പരിപാലിച്ചെടുത്ത സഭയാണ്. അവിടെ പൗലോസ് വരുമ്പോൾ പൗലോസിന് ഒരു വിലയില്ല. നിങ്ങൾ ആലോചിച്ച് ഒന്നുമല്ല, നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ താൻ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് മറ്റാൾക്കാരെ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ പൗലോസ് അങ്ങനെ ഇരിക്കുവോ? കാരണം പൗലോസ് ഒരു അധികാരിയല്ല, ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനാണ്. ദൈവം അനുവദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്നെ മാനിക്കുന്നുണ്ടോ അപമാനിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ആർക്കും പ്രശ്നമില്ല. ഈ പൗലോസിന് യാതൊരു ബഹുമാനം കിട്ടില്ല. ആദ്യം റവറന്റ് എന്ന് വിളിച്ചിട്ടില്ല, ഏറിയദാസൻ എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു അപ്പോസ്തലനാണെന്ന് തെളിയിക്കാൻ വേണ്ടി പൗലോസ് കിടന്ന് പെടാ പാടുപെടുക, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഏഷ്യയിലുള്ള സകല സഭകളും പൗലോസിനെ വിട്ടുപോകും. ഞാൻ ആലോചിക്കായിരുന്നു ഏറ്റവും ഭയങ്കര പെയിൻ അതല്ലേ. ഇപ്പം ആലോചിച്ച് നോക്കി, എന്റെ ഉള്ളിൽ കർത്താവ് ഒരു സന്ദേശം തന്നിട്ട് ഒരു ദേശത്തേക്ക് വിട്ടപ്പോൾ ഒരു മനുഷ്യന് ഞാൻ പറയുന്നത് കേൾക്കാനില്ലായിരുന്നു. അപ്പൊ എന്റെ ഉള്ളിലെ ചിന്ത, കർത്താവ് എന്താ നീ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ ഓർത്ത് പ്രൈവറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം, ഞാൻ തട്ടിപ്പോയത് ആരെങ്കിലും ഒക്കെ കേട്ടോളുമായിരിക്കും എന്ന് വിചാരിച്ച് പ്രൈവറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്താ പറയുന്നത്, റെക്കോർഡ് ചെയ്ത് ഈ മെസ്സേജസ് എന്നെ കർത്താവ് ഏൽപ്പിച്ച മെസ്സേജസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ റെക്കോർഡ് ചെയ്തൊക്കെ ഇരിപ്പുണ്ട്, എവിടെ പോയെന്ന് അറിയാമല്ലോ. അതൊന്നും പോയില്ല, ആരും കണ്ടില്ല, ഞാൻ പോലും കണ്ടില്ല. അപ്പൊ ആളുകൾ ഇതിനെ എങ്ങനെ കാണുന്നു? പക്ഷെ ദൈവത്തിന് വേറൊരു പദ്ധതി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ദൈവം എന്നെ അങ്ങ് എടുത്തിട്ട് ഈ ഒരു വീഡിയോ പ്രചരിപ്പിച്ചാലും മതിയല്ലോ, ദൈവത്തിന്റെ മെസ്സേജ് കൊടുക്കണമെങ്കിൽ. ഞാൻ തന്നെ വന്ന് ഈ മാനങ്ങളെല്ലാം സ്വീകരിക്കണമെന്നില്ലല്ലോ. അപ്പൊ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ അന്ന് ടോട്ടലി റിജക്റ്റ് ആയി പോവുകയും സഭകളിൽ നിന്നെല്ലാം പുറത്താക്കപ്പെടുകയും ഏഷ്യയിലുള്ള സകല വിശ്വാസികൾ ഇട്ടിട്ട് പോവുകയും കൊരിന്ത് സഭയിൽ പോലും ഒരു മാനമില്ല എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഒരു മടിയുമില്ലാതെ അതേ സഭയിൽ തന്നെ മക്കളെ വിശുദ്ധന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ പുറകെ നടക്കാൻ ഈ പൗലോസിന് നാണമില്ല. നാണമില്ല. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. ഇതിനകത്ത് നാണം എന്ന് പറഞ്ഞൊരു സാധനം, അതാ ഇവിടെ താഴെ പറയുന്നത്. ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനാണ്. അത് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വിളിച്ചില്ലേലും പൗലോസിന്റെ പ്രസൻസ് തന്നെ അവിടെ ഒരു ശുശ്രൂഷയാണ്. ഒരു ന്യായവിധിയുടെ ശുശ്രൂഷയായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. അടുത്തത്, ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ. അപ്പൊ പൗലോസ് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും, പുതുതായിട്ട് വന്ന ആൾക്കാരെല്ലാം ചിന്തിക്കും, ഇവന്മാരും വഴക്കാണല്ലോ, ഞങ്ങളുടെ നാട്ടിലെ വഴക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അടിക്കും. അതുകൊണ്ട് ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ, അടുത്ത വാക്യം പറയുന്നത്, ബഹുസഹിഷ്ണുതയോടെ, കഷ്ടത്തോടെ, ബുദ്ധിമുട്ട്, സങ്കടം. എന്നെ ഏറ്റവും കൂടുതൽ പണി തല്ലു അടിയൊന്നുമില്ല, ഈ സങ്കടമാണ്. തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ. അപ്പൊ ഒരു സൈഡിൽ കൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ മറു സൈഡിൽ കൂടെ നമ്മുടെ എങ്ങനെയാണ് ഈ വലിയ ആരോപണങ്ങളുടെ നടുവിൽ നിശബ്ദനെ ആ അപമാനത്തിലൂടെ കടത്തി വിട്ടിട്ട് അവരുടെ നടുവിൽ അപമാന ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല. ദൈവകൃപ വ്യർത്ഥമാകാൻ പാടില്ല. കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം. ഇപ്പൊ വചനം സത്യമായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, ഇതെല്ലാം ലാപ്സായി പോകും. സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്. ഇനി അടുത്ത വാക്യാണ്, മാന അപമാനങ്ങളും. അപ്പൊ ഈ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ശ്രമിക്കേണ്ടി വരും, എന്തെല്ലാം സഹിക്കേണ്ടി വരും? മാനവും അപമാനവും സഹിക്കേണ്ടി വരും. എനിക്കൊന്നും നമ്മുടെ ഈ കൂട്ടായ്മയിൽ അങ്ങനെ അപമാനം സഹിച്ച് ആരും ഇരിപ്പില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ ആർക്കറിയാം. പക്ഷെ അപമാനം സഹിക്കാൻ നിങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ വിശുദ്ധീകരിക്കുന്ന വേറൊരു പരിപാടിയില്ല.
മാന അപമാനങ്ങളും, പിന്നെ ദുഷ്കീർത്തി സുകീർത്തികളും. അപ്പൊ ആൾക്കാർ നല്ലത് പറയും, കുറെ കഴിയുമ്പോൾ ചീത്തയും പറയും. യേശുക്രിസ്തുവിന് ഇന്ന് ഹോശാന ഹോശാന എന്ന് പറഞ്ഞാൽ അതേ ആൾക്കാർ തന്നെ പിന്നെ കല്ലെറിഞ്ഞു 4 ദിവസം പോലും എടുത്തില്ല, ഒരാഴ്ച അവനെ ക്രൂശിക്കാമെന്ന് പറഞ്ഞ് നിലവിളിച്ച അതേ ജനം തന്നെയാണ് കർത്താവ് നീ രാജാവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ജനങ്ങൾ തരുന്ന കീർത്തി, അത് സൽകീർത്തി ആയാലും ദുഷ്കീർത്തി ആയാലും, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശുശ്രൂഷകരെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ എന്ത് പറയുന്നുള്ളത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അപ്രധാനമാണ്. ഓക്കെ, മാനം ലഭിക്കുന്നുണ്ടോ അപമാനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്രധാനമാണ്. പട്ടിണിയാണോ ദാരിദ്ര്യമാണോ പൈസ ഇല്ലയോ സമ്പാദ്യമില്ലയോ ഇതൊന്നും സക്സസോ ഫെയിലിയറോ അല്ല. അതൊരു പാറ്റേൺ അല്ല, അതൊരു മാനദണ്ഡമല്ല. നമുക്ക് ഭൗതികമായി എന്തുണ്ട് ഇല്ല എന്നുള്ളത് ശുശ്രൂഷയ്ക്ക് ഒരു മാനദണ്ഡമേ അല്ല. ദുഷ്കീർത്തി സൽകീർത്തി അനുഭവിച്ചും ചതിയന്മാർ എന്നിട്ടും സത്യവാന്മാർ. ഞാൻ ഈ ചതിയന്മാർ എന്നിട്ട് സത്യവാന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചതിയന്മാരായത്? നമ്മൾ ആരെങ്കിലും ചതിയന്മാരാണോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ എക്സാമ്പിൾ പറയാം, അജലിന്റെ ഒരു എക്സാമ്പിൾ പറയാം. അജൽ ചതിയനാണോ നിങ്ങൾ പറയുന്നത്? ഓക്കെ, വേറെ ആരുടെ എനിക്ക് ഹൃദയത്തിലോട്ട് വരുന്നില്ല. വിനോദ് ബ്രദറിനെ കുറിച്ച് എനിക്ക് ഇവിടെ പറയാൻ പറ്റും. ഏതാ? അമ്മലയോട് ചോദിക്കാറായിട്ടില്ല, അമ്മലയോട് ഇല്ല. ഓക്കെ, അജൽ ചതിയനാണോ നമുക്ക് നോക്കാം. അജലിന്റെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടുള്ള സമയത്ത് അജല് പഠിച്ച് ഒരു നല്ല ഡിഗ്രിയൊക്കെ എടുത്ത് കാനഡയിൽ പോയി ഒരു ജോലിയൊക്കെ കിട്ടി. വീട്ടിലൊക്കെ ഭയങ്കര കടവാരം. അപ്പൊ ആൾക്കാരുടെ എല്ലാ പ്രതീക്ഷ ആരുടെ മേലാണ്? ഈ അജലിന്റെ മേലാണ് പ്രതീക്ഷ. ഈ അജല് പോയി ജോലി ചെയ്ത് സമ്പാദിച്ച കടങ്ങളെല്ലാം വീട്ടും. ആ കാരണം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു നേരെ ഇറാഖിലേക്ക് ഒരു പോകും. നിങ്ങൾ പറ, ആള് ചതിയനല്ലേ? ആണോ അല്ലയോ? വീട്ടുകാർ കഴുത്തെ കുത്തി പിടിച്ചൊക്കെ എപ്പോഴും ശരിക്കും ഭയങ്കര ചതിയല്ലേ പുള്ളി ചെയ്തത്? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകും. അവരെ മുറിപ്പിക്കാതെ മുറിവേൽപ്പിക്കാതെ നമുക്ക് പണി ചെയ്യാൻ പറ്റും. അത് നമ്മളെ ചതിയന്മാരെന്ന് വിളിക്കുന്ന ഒരു സംഘം ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമ്മൾ എപ്പോഴാണോ അവരുടെ ലോകത്ത് നിന്ന് നമ്മൾ ഈ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ആ ഒരു വിളി കേൾക്കുന്നോ ആ സമയത്ത് നമ്മൾ ആ ലോകത്തിലെ മുഴുവൻ വ്യവസ്ഥയും ചതിച്ചവരാണ്. ചതിയന്മാരെങ്കിലും വിഷമിക്കണ്ട, അതിന്റെ ബാക്കി വരുന്നുണ്ട്. ചതിയന്മാരെങ്കിലും സത്യവാന്മാർ. അപ്പൊ എന്തുകൊണ്ട് സത്യവാന്മാരാണ്? ഇത് എന്തിനു വേണ്ടിയായി ചതി ഉണ്ടായത്? ഈ യേശുക്രിസ്തു എന്ന സത്യം വെളിപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ലോകത്തോട് ചതിയന്മാരായത്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ അവനൊരു പെൺകുട്ടിയെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ പ്രേമിച്ചു കഴിഞ്ഞപ്പം കുറെ കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട പാവം ചെന്ന് അവളോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റും തോന്നില്ല. അവള് ജീവൻ കൊടുത്ത് സ്നേഹിച്ചതാ. ചതിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഞാൻ കല്യാണം കഴിക്കാതെ നിന്നാലും നമ്മൾ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശരിയാവില്ല, ഞാനിപ്പം കർത്താവിന് വെച്ചു. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടി വിശ്വാസത്തിൽ വന്നു. ഇനി അവന് വേണ്ടിയാണോ എന്ന് അവനൊരു സംശയം. കല്യാണം കഴിച്ചില്ല, അവന് വേണ്ടിയാണോ എന്ന് സംശയം. എന്നിട്ട് അവൻ എന്നെ ഫോൺ ചോദിച്ചു, അവൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഇനി സത്യമാണോ എന്ന് എങ്ങനെ അറിയും? കല്യാണത്തിന് വേണ്ടിയാണോ എന്ന് എങ്ങനെ അറിയും എന്ന് ആലോചിക്കേ. എന്നിട്ട് അവര് കല്യാണം കഴിച്ചു, സമാധാനമായിട്ട് വിശ്വാസം ജീവിക്കുന്നു. പക്ഷെ അതിന് 4 വർഷവും വേണ്ടാന്ന് പറഞ്ഞ് വിട്ടു പോയാൽ ചതിയനായാലും ഒരു നിമിഷം കൊണ്ട്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും എന്ത് കേട്ടേ പറ്റുള്ളൂ? ഈ ചതിയൻ എന്നുള്ളത് കേട്ടേ പറ്റുള്ളൂ. അതുപോലെ ചതിയന്മാർ എന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരെ പോലെ തന്നെ. ഒരു ആലോചിച്ച് നോക്കി, ഇത് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത് എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു? ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവരും ചതിയന്മാരെന്ന് വിളിക്കപ്പെടുന്നവരും നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ലൈഫ് ലാംഗ്വേജ്, നമ്മുടെ മലയാളം ഇംഗ്ലീഷും അല്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്
നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടല്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്രീക്കും ഹീബ്രുവും വെച്ചിട്ടല്ല. ഗ്രീക്കും ഹീബ്രുവും വെച്ചിട്ടും അല്ല. നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. നമ്മുടെ ജീവിതം തുടർച്ചയായ ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ അനേകരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആരാണ്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മൾ എങ്ങനെയാണ് കാറ്റ് പോലെ ആയത്, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ലോകം വേണ്ടാത്തത്, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള മഹത്വത്തോട് അട്രാക്ഷൻ തോന്നാത്തത് എന്നുള്ളത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയല്ല, നമ്മളത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ തേജസ്സിന്റെ സുവിശേഷം മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ഇത് 5-ാം അധ്യായത്തില് അത് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ ആരംഭ സമയത്ത് പറയുന്നത് ഓക്കെ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇതേ വാക്യം തന്നെയാണത്. അവിടെ പൗലോസ് പറയാണ്, ഞാൻ യാതൊരുവിധ ടെക്നിക്കും പ്രയോഗിക്കാതെ, ഉപായം പ്രയോഗിക്കാതെ, ഇങ്ങനെയല്ല തുടങ്ങിയേക്കുന്നത്, ഉപായം പ്രയോഗിക്കാതെ, ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ പല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ലൈഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് ഓഫ് മൈ ലൈഫ്. അപ്പൊ ആൾക്കാർ ചതിയന്മാരെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം. എന്താ അറിയാം? അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ മനസാക്ഷിക്ക് എന്താ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ തേജസ്സിന്റെ, ഈ കർത്താവിന്റെ തേജസ്സിന്റെ സുവിശേഷം വേറൊരാൾക്ക് ബോധ്യം വരണമെങ്കിൽ, അതിനാണ് തേജസ് എന്ന് ബോധ്യം വരണമെങ്കിൽ ഇതിനാണ് തേജസ് എന്നുള്ള നമ്മുടെ ബോഡി ലാംഗ്വേജ് പോകണം. മനസ്സിലാകുന്നുണ്ടോ ഉദ്ദേശം? അപ്പൊ നമ്മൾ വേറൊരാളുടെ നമ്മുടെ ലൈഫ് ലാംഗ്വേജ് വെച്ച്, ലാംഗ്വേജ് ഓഫ് അവർ ലൈഫ്, അത് വെച്ചിട്ട് ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം വേറൊരാളുടെ മനസാക്ഷിക്ക് ബോധിപ്പിക്കണമെങ്കിൽ ഇവിടെയുള്ളതിനാണ് തേജസ് എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ബോഡി ലാംഗ്വേജ്, ലൈഫ് ലാംഗ്വേജ്, നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലൈഫ് ലാംഗ്വേജ് എന്താ? ഇവിടെയുള്ള തേജസ്സിനെ കുറിച്ചല്ലേ, ആ സ്ഥലത്തിന് എന്താ വില, ഈ വണ്ടിക്ക് എന്താ വില, ഓ ഇത് നന്നായിട്ടുണ്ടല്ലോ, ഇത് ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാം, ഇത് ഈ ലാംഗ്വേജ് എന്ത് ലാംഗ്വേജ് ഇത്? ഇത് ഇവിടെയുള്ള സാധനങ്ങൾക്ക് മഹത്വം ഉണ്ടാക്കുന്ന ലാംഗ്വേജാണ്. അപ്പൊ ലൈഫ് കൊണ്ട് നമ്മൾ ഇതിനല്ല തേജസ് എന്ന് വെളിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ലൈഫിനകത്തേക്ക് എന്ത് വരണം? ഈ ലാംഗ്വേജ് വരണം. ശുശ്രൂഷകർ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകരും ഇനി അങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. പലപ്പോഴും നമ്മുടെ ഈ വെറും വാക്കുകൾ കൊണ്ട് ആളുകൾ ചിന്തിക്കുക ഈ സാധനത്തിന് ഭയങ്കര തേജസ്സാണ് എന്ന് ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ചു പോകും നമ്മൾ സംസാരിച്ച്. അപ്പോൾ our body language, our life language should communicate that heavenly glory is the only thing that we should crave for. നിത്യമായ തേജസ് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടി നടക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫ് ലാംഗ്വേജ് കൊണ്ട് മറ്റുള്ളവരുടെ മനസാക്ഷി അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. വക്രത പ്രയോഗിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ ഈ ലൈഫ് അവരെന്ത് ചെയ്യും? അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഇവിടെ പറയുന്നത് 6-ാം വാക്യത്തിൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ തേജസ്സിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും പിടിക്കപ്പെടുന്നത് മനുഷ്യരുടെ പുകഴ്ച എന്ന തേജസ്സിലല്ല, ലോകത്തിലെ ബെനിഫിറ്റ് എന്നുള്ള തേജസ്സിലല്ല, ക്രിസ്തുവിന്റെ തേജസ്സിനാലാണ് നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഞാൻ ഈ ബേസിക്കലി ഒരു അടിസ്ഥാനമായിട്ട് ഈ ദൈവവചനത്തിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ഒരു തിയറി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചേ ഉള്ളൂ. ഇനി സമയമുണ്ട്, ഐ വിൽ കം ബാക്ക്. അപ്പോ നിങ്ങൾക്ക് സഹോദരന്മാർക്ക്, ശുശ്രൂഷകർക്ക് ഈ ശുശ്രൂഷയെ കുറിച്ചുള്ള നിങ്ങൾക്കുള്ള ഇൻസൈറ്റുകൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രൈവറ്റ് ഗ്യാതറിംഗ് ആണ്. നമ്മുടെ ചർച്ചില് ഇത് സൂമിൽ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പബ്ലിക്കാണ്, എന്നാൽ അതേ സമയത്ത് പ്രൈവറ്റുമാണ്. നമ്മൾ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ആ പാഷൻ, നമ്മുടെ സഭയെ കുറിച്ചുള്ള, നിങ്ങൾ വിവിധ സഭകളിൽ നിന്നാണല്ലോ വരുന്നത്, അപ്പൊ സഭയെ കുറിച്ചുള്ള ഒരു പാഷൻ, കർത്താവ് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ കൂടെ ഈ സമയം ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രോപ്പർ ഡിസ്കഷൻ നടക്കാൻ വേണ്ടി കൂടെയാണ്. പ്രസംഗം എന്നുള്ളതല്ല, നമ്മൾ എല്ലാവരും ശുശ്രൂഷകരായതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ സഭയെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ചും പറയാവുന്നതാണ്. പ്രത്യേകിച്ചും ഓരോരുത്തർക്കും. അതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ. 2 തരത്തിലുള്ള ശുശ്രൂഷകളാണ് സഭയിൽ ബേസിക്കലി ഉള്ളത്. ഒന്ന് മൂപ്പന്മാരുടെ ശുശ്രൂഷയാണ്. മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള ബിലീവേഴ്സ് ആണ്. അവർക്കൊരു ശുശ്രൂഷയുണ്ട്, അവർക്കൊരു കൃപാവരങ്ങളാൽ അവർ നടത്തപ്പെടുന്നവരാണ്. എന്നാൽ ലൈഫ് മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന ശുശ്രൂഷകരുണ്ട്. അതായത് ശുശ്രൂഷ അടിസ്ഥാനം. ഇപ്പൊ മൂപ്പന്മാരുടെ ഈ സഭയിലെ അജലനും അർജുനൊക്കെ എന്താ കാര്യമെന്ന് നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കായിരിക്കും അല്ലെ. മൂപ്പൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 30-40 വയസ്സെങ്കിലും മൂപ്പല്ലേ അല്ലെ. ഈ പിള്ളേരെ പിടിച്ചു വിളിത്തേക്കുന്ന എന്തിനാണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചാൽ അതിന് മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുശ്രൂഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ നമുക്കുണ്ട്. ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചവർ, അവരുടെ ശുശ്രൂഷ എന്താണെന്ന് ആ സഭകളിൽ തെളിഞ്ഞു വരും. പക്ഷെ ശുശ്രൂഷയ്ക്കായി വിളിച്ചവർ എപ്പോഴും ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, അവര് ആണ് ശരിക്കും കർത്താവിന്റെ വിഷന്റെ ഭാഗമാണ്. റാഡിക്കൽ യൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും സഭയുടെ അടുത്ത ലെവൽ ഓഫ് ഫോഴ്സ്. അവരാണ് സഭയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഹൗ ദ നെക്സ്റ്റ് ജനറേഷൻ വിൽ ഷേപ്പ് അപ്പ് എന്ന് തീരുമാനിക്കുന്നത് ഈ യൗവനക്കാരാണ്, നമ്മളല്ല. നമ്മുടെയൊക്കെ കാലം തീരാറ്, ഓർമ്മയൊക്കെ പോയി, തലമുടിയെല്ലാം നരച്ച് കൊഴിയാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് വാർദ്ധക്യം നിങ്ങളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഞാൻ വൃദ്ധനായേക്കാം, കാരണം എന്റെ ഓർമ്മശക്തിയുടെ പോക്കാവഴിക്കാം. അപ്പോൾ പുതിയ ജനറേഷൻ ആണ് അടുത്ത തലമുറയിലേക്ക് ഈ കർത്താവിന്റെ വെളിച്ചത്തെ കൊണ്ടുവരുന്നത്. സോ വി ഓൾവേസ് ലുക്ക് ഫോർ യങ് പീപ്പിൾ ഹു ഹാവ് ദാറ്റ് പാഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫയർ ഉള്ള യൗവനക്കാർ. എനിക്കറിയാം, ലോകം തിരിച്ചു മറിച്ചിട്ടുള്ള മിഷണറിമാരും സുവിശേഷകരും എല്ലാം വളരെ യങ്ങായിരിക്കുമ്പോൾ കർത്താവ് പിടിച്ചവരാണ് യൗവനത്തിൽ. സോ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മുടെ സഭയിലെ ശുശ്രൂഷകളിലെ ഈ സ്പാർക്കുള്ള യൗവനക്കാരാരാണെന്ന് കണ്ടെത്തുകയും അവരെ ശുശ്രൂഷയുടെ സെന്ററിലേക്ക് കൊണ്ടുവരികയും അവരുടെ കർത്താവ് എന്താ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുവാനുള്ള ഒരു മെന്ററിങ് ഫാദർലി ഹാർട്ട് എല്ലാ ഇടയന്മാർക്കും ഉണ്ടാകണം. ചിന്തിക്കരുത്, ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഒരാൾ എന്നെക്കാൾ കൂടുതൽ നല്ലൊരു പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്റെ ദൈവമേ നാളെ എന്റെ ശുശ്രൂഷ വെള്ളത്തിലാവുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കരുത്. വേറൊരാൾ നല്ലതുപോലെ സംസാരിക്കുന്ന കാണുമ്പോൾ ആത്മാവിൽ നമ്മൾ ആനന്ദിക്കുകയും ആ ആളെ മുമ്പോട്ട് കൊണ്ടുവരികയും പ്രൊമോട്ട് ചെയ്യുകയും ശൗല് മാറി ദാവീദിന്. അങ്ങനെയാണ് അഭിഷേകത്തിന്റെ കഥ എന്ന് പറയുന്നത്. സോ ദ ലോർഡ് സെലക്ട്സ് ഹിസ് പീപ്പിൾ. ആ കർത്താവിന്റെ സെലക്ഷനോട് കൂടി നമ്മൾ എപ്പോഴും സഹകരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരിക്കലും ഔട്ടല്ല, നമ്മൾ എപ്പോഴും ദൈവം പുതിയ പുതിയ വഴികൾ നമുക്ക് തുറന്നുകൊണ്ടേയിരിക്കും. കാരണം വൺസ് കോൾഡ് ഹീസ് എ മിഷണറി, ഹീസ് എ സെർവന്റ് ഓഫ് ദ ലോർഡ് അണ്ടിൽ ഹി ഡൈസ്. അവിടെ റിട്ടയർമെന്റ് ഒന്നുമില്ല. വി ഗോ അഹെഡ് അണ്ടിൽ വി ബ്രീത്ത് അവർ ലാസ്റ്റ്. കാരണം നമുക്ക് മടുക്കുന്നില്ല, ഇവൻ ഇങ്ങനെ റിട്ടയർ ചെയ്യുന്നു അല്ലെ. ഈ ഷാരോൺ ചർച്ചിലേക്ക് 65 വയസ്സ് നമ്മൾ റിട്ടയർ ചെയ്യുന്ന റൂൾ വെച്ചിരുന്നു. പാവങ്ങൾ, പാസ്റ്റർമാർ, വീഡിയോയുള്ളവർ എന്നാ ചെയ്യാൻ പറ്റും? ചുമ്മാ വീട്ടിലിരിക്കുക. സോ ദാറ്റ്സ് നോട്ട് ഫെയർ. നമ്മൾ അവസാന നിമിഷം വരെ, ഒരുപക്ഷെ ചർച്ചിന്റെ ശുശ്രൂഷ ഒന്നും ആയിരിക്കില്ലെങ്കിൽ പോലും നമ്മൾ ജീവിത അവസാനം വരെ വി നീഡ് ടു ഗോ ഓൺ, പ്രസ് ഓൺ. എന്താ പറയുന്നത്, കർത്താവിന് വേണ്ടി അന്ത്യം വരെ ഇരിക്കാൻ നമുക്ക്. അപ്പോൾ എപ്പോഴും ശുശ്രൂഷ യങ്ങർ മിനിസ്റ്റേഴ്സിനെ നമ്മൾ മെന്റർ ചെയ്തുകൊണ്ടിരിക്കണം. എവറി പോൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 തിമോത്തി. ദെൻ പോൾ ഷുഡ് വിത്ഡ്രോ എൻട്രസ്റ്റ് ടു തിമോത്തി. അങ്ങനെ എല്ലായിടത്തും അടുത്ത ജനറേഷനിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ 90 വയസ്സായ അപ്പച്ചന്മാര് ഉണ്ടെങ്കിൽ അവരായിരിക്കും നയിക്കുന്നത്. സോ ചർച്ച് നെവർ പ്രോഗ്രസീവ്ലി ഇവോൾവ്സ്. ചർച്ച് എപ്പോഴും ക്രിസ്തുവിലേക്ക് വളരുന്ന ഒരു പ്രോഗ്രഷനും ഒരു എവല്യൂഷനും ചർച്ചിന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് നിങ്ങൾ റിഫ്ലക്ഷൻസ് പങ്കുവയ്ക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നതായിരിക്കും.